ഇന്നൊരു കപ്പപ്പുഴുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അതിന് ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാളയും 1 കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമായി വരുന്നത് മസാലകളാണ്. 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് അത് തീയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഗ്യാസ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അടുപ്പത്ത് തന്നെയാണ് ഇപ്പോൾ അധിക സാധനങ്ങളും വെക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കപ്പയാണ്. കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്ത് കഴുകണം. കഴുകി വൃത്തിയാക്കി അതിൽ മണ്ണൊക്കെ ശരിക്കും പോകണം, അല്ലെങ്കിൽ കല്ല് മണ്ണൊക്കെ കടിക്കുന്നത് പോലെ തോന്നും. എന്നിട്ടാണ് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നത്. നുറുക്കിയെടുത്ത കഷ്ണങ്ങൾ ഒന്നുകൂടെ വെള്ളത്തിലിട്ട് കഴുകി എടുത്തതിന് ശേഷം കുക്കറിലിടണം. കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ച് വെച്ച് ഗ്യാസിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലടിച്ചാണ് വേവിപ്പിക്കുന്നത്. ഞാനൊന്നും തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കലില്ല, എല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിന് 1 മുറി തേങ്ങയും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെമ്പടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിവേപ്പിലയും ചേർത്ത് അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് വേവിച്ച ഇറച്ചി ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കപ്പ ഊറ്റി വെച്ചിട്ടുണ്ട്, വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉടച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നല്ല പോലെ ഇളക്കണം. കപ്പ ഉടച്ചതാണെങ്കിലും അതന്നെ ഒരു കട്ടയായിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം അത് ലൂസാക്കിയിട്ട് എടുക്കണം, ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നല്ലോ, ഉപ്പും ചേർത്ത് കൊടുത്തു, കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. അങ്ങനെ കപ്പ ബിരിയാണി പൂളപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെയാണ്, വയനാട്ടിലേക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് പുഴുക്കിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ടാവും ഇവിടെയൊക്കെ ഇറച്ചിക്കടയിൽ. എല്ലും പുഴുക്കിൻ്റെ ഇറച്ചിയും ബീഫ് വേറെയും അങ്ങനെയാണ് വെച്ചിട്ടുണ്ടാവുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.